ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ എത്ര പ്രോത്സാഹിപ്പിക്കുന്നവർ പറഞ്ഞാലും നമുക്കൊരു നിസ്സംഗഭാവമാണ് ചിലതിനോട്. പിന്നെ ആവട്ടെ നോക്കാം എന്നൊക്കെ ഉള്ളത്. ടെക്നിക്കലി നമ്മളതിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നോട് കുറേ കാലമായിട്ട് എൻ്റെ വീട്ടിൽ ഉള്ളവർ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഒക്കെ പറയും, നീ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില ബിബ്ലിക്കൽ തോട്ട്സ് അല്ലെങ്കിൽ എൻ്റേതായ ചില ചിന്തകൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നോട് ചിലരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാനതൊരിക്കലും ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി കണ്ടിട്ടുമില്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ അച്ഛനോടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉഴപ്പി പോകുന്നതാണ് എൻ്റെ ഒരു രീതി. പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ നിർബന്ധിതരാകും. അതിപ്പം നമ്മളെത്ര നിസ്സംഗഭാവം അതിനോട് കാണിച്ചാലും ഒരു പക്ഷേ ദൈവം തമ്പുരാൻ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരെക്കാട്ടി കൂടുതൽ എന്നെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്തവർ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരുപാട് പ്രചോദനം തന്നവരാണ്. അപ്പോൾ അവരെ ദൈവം ഇതിന് യൂസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ, എല്ലാവരും കമൻറ്റ് ചെയ്ത ഒരു ഭൂരിപക്ഷവും വളരെ മാന്യമായ രീതിയിലാണ് പ്രതികരിച്ചത്. അവർക്ക് ദൈവമില്ല അല്ലെങ്കിൽ എയ്ത്തീസ്റ്റ് കാഴ്ചപ്പാടുകളാണ്. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളും അതിൻ്റെ ചില ആർഗ്യുമെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി വൺ എനിക്ക് കഴിയാവുന്ന രീതിയിൽ അല്ലെ എനിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ തികച്ചും മാന്യമായിട്ട് തന്നെ അവരോട് ഓരോരുത്തരോടും പ്രതികരിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിച്ച ആർക്കും ഞാൻ മറുപടി ഇട്ടില്ലെങ്കിൽ പോലും എന്നോട് ചലഞ്ച് ചെയ്ത് എല്ലാവർക്കും ഞാൻ മറുപടി ഇടാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന എൻ്റെ സമയം അതിന് തീരെ അനുവദിക്കാതെ വന്നു. ജോലിയുടെ ചില തിരക്കുകൾ, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ആൾക്കിട്ട മറുപടി, 1-2 പേർക്കിട്ട മറുപടികൾ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോയുടെ മുകളിൽ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു വിരോധമുള്ള ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയൊക്കെ വളരെ ആശ്ചര്യത്തോടെ കാണുന്ന, കാരണം ഞാനും ഒരുപാട് അടുത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട് അതിനേക്കാളൊക്കെ മെച്ചമാകാനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്. അതാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആകാത്തതിൽ നിരാശയുമുണ്ട്. പലതും കാണുമ്പോൾ പല ന്യൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലതും കോമാളിത്തരമാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതൊന്നും പറയാനുള്ള ഒരു ആളുമല്ല. നമ്മൾ പറഞ്ഞ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും ഉണ്ടായിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര അത് പറയാൻ എടുക്കുന്ന കറേജ് അല്ലെങ്കിൽ അയാൾ കണ്ട അനുഭവങ്ങൾ നാടിന് പകർന്നു കൊടുക്കുന്നത്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് വളരെ റെസ്പെക്റ്റോടും കൂടി. പക്ഷേ അരുതാത്ത ഒരു കാര്യം പുള്ളിയുടെ വായിൽ നിന്ന് വന്നപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആവണമെന്നോ ഞാൻ പെർഫെക്റ്റ് ആവണമെന്നൊന്നും ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. ഇൻപെർഫെക്ഷൻസ് ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പറ്റാം, അങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റാം. എനിക്കും തെറ്റുകൾ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. അതങ്ങനെയല്ല എന്ന് പറയാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അവരോടൊക്കെ മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എത്ര എഴുതിയിട്ടാലും ചിലരൊന്നും വായിക്കത്തില്ല. പ്രത്യേകിച്ച് എഴുതിയിട്ടിരിക്കുന്നതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സ് മടിച്ചു പോകും. എന്നാൽ അത് അത്ര ക്ഷമയോടെ എനിക്ക് എന്നാൽ അത്രയെങ്കിലുമൊക്കെ എഴുതാതെ, വളരെ ചുരുക്കിയാണെങ്കിൽ പോലും അത്രയെങ്കിലുമൊക്കെ എഴുതാതെ എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കും എന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്നോട് അതിൽ പ്രധാനമായിട്ട് ചിലരൊക്കെ ചോദിച്ച ചോദ്യമാണ്,
എന്താ ദൈവം എന്ത് ചെയ്യുന്നു ലോകത്തിൽ എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, എന്താണ് ദൈവം ചെയ്യാത്തതെന്നാണ്. നമുക്ക് കഴിയുന്നതിൻ്റെ നമ്മുടെ നോളജ് വളരെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയപ്പോഴേ നമ്മളിൽ നിന്നൊരു ചെറിയ സമൂഹം ഇത്രയും ദൈവത്തെ നിന്ദിക്കുക. എന്നിട്ട് വളരെ കുറച്ച് നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് പോലും ഉള്ള പല കാര്യങ്ങളും നമുക്കിന്നും അറിയത്തില്ല. ഉദാഹരണത്തിന് കടലിൻ്റെ ഏറ്റവും അടിയിൽ എന്തുവാണെന്നോ അല്ലെ മനുഷ്യന് പോകാൻ പറ്റാത്ത അല്ലെ ഒരു എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അവിടെ ജീവിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ ഭൂമിയുടെ ഇന്നർ കോറിൽ നമ്മൾ താമസിക്കുന്ന ഈ ഗ്രഹത്തിൽ, നമ്മൾ മാഴ്സിലൊക്കെ പോകുന്ന കാര്യം വിട്, അല്ലെ ചന്ദ്രനിൽ പോയി പര്യവേഷണം നടത്തുന്നതൊക്കെ വിട്, അതൊക്കെ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ദൈവം കുറേശ്ശെയായിട്ട് നോളജ് മനുഷ്യന് കൊടുക്കട്ടെ. അത് കൊണ്ട് നമുക്ക് നന്മയെ ഉണ്ടായിട്ടുള്ളൂ. ആ നോളജ് കൊണ്ട് നമുക്ക് നന്മ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് കുറേശ്ശെ കിട്ടട്ടെ, കിട്ടുന്നതിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കട്ടെ. പക്ഷേ എന്നാലും നമുക്ക് കയ്യെത്തുന്ന ദൂരത്തുള്ള നമ്മുടെ താമസിക്കുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും പോലും അറിയാത്ത ടെക്നോളജി ഇന്ന് നമുക്ക് AIs ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് പലർക്കും ഓർമ്മശക്തിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ പലരും ഫോൺ നമ്പറുകളൊക്കെ ഓർത്ത് വെക്കുമായിരുന്നു. ഇന്ന് അവനവൻ്റെ ഫോൺ നമ്പർ പോലും ഓർത്ത് വെക്കുന്നില്ല മനുഷ്യർ. അപ്പം കാരണം ഓർമ്മശക്തിയുടെ ആവശ്യമില്ല, കാരണം വിരൽത്തുമ്പിലാണ് ഓർമ്മശക്തി ഇപ്പം. അതുപോലെ നമ്മൾ വളർന്നു. ഇത്രയൊക്കെ വളർന്ന ലോകത്തും നമുക്കറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അറിവില്ലായ്മയിലെല്ലാം ചെന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. ഇത്ര മനോഹരമായ ഒരു ലോകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ഷെയർ ചെയ്തായിരുന്നു. റൊണാൾഡ് റീഗൻ പ്രസിഡൻറ്റ്, പുള്ളി ഒരു സ്പീച്ചിൽ പറഞ്ഞതാണ്, എനിക്ക് ഈ ലോകത്തുള്ള എയ്ത്തീസ്റ്റുകളെ എല്ലാവരെയും ക്ഷണിക്കണം, അതായത് നിരീശ്വരവാദികളെ എല്ലാവരെയും ക്ഷണിച്ച് ഒരു വലിയ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സദ്യ അവർക്ക് കൊടുക്കണം. ലോകത്ത് അന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അന്ന് വരെ ഉള്ള ബെസ്റ്റ് ഷെഫ്സിനെ ഉപയോഗിച്ച് അവർക്കൊരു സദ്യ കൊടുക്കണം. കൊടുത്ത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കണം, നിങ്ങളൊരു ഈ ഭക്ഷണത്തിൻ്റെ പിന്നിൽ ഒരു ഷെഫുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെയാണ്, അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നമ്മൾ ഈ ലോകത്ത് ഈ പ്രകൃതിയിലോട്ട് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നോക്കുക, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുള്ള നമ്മുടെ അജ്ഞതകളെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ലോകം സൃഷ്ടിച്ചത് ദൈവമല്ല എന്ന്? ദൈവം ഇപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, വൈ ബൈബിൾ എന്ന് ചിലർ ചോദിച്ചവരുണ്ട്. അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളെ ഞാൻ അംഗീകരിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവരെ എന്താ പറയുന്നത്, ലുക്കിംഗ് ഡൗൺ ഓൺ ദം, അങ്ങനെയൊന്നുമല്ല. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അറിയുന്ന വെളിച്ചം അതെനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവരെ ആരെയും ഡിസ്കറേജ് ചെയ്യുന്നതുകൊണ്ടല്ല. അല്ലെങ്കിൽ തന്നെ ബൈബിളിന് അങ്ങനെ ഒരു പഠിപ്പീരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അറിയാത്തവരെ അല്ലെങ്കിൽ തെറ്റിപ്പോയവരെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ അവരെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ നിന്ദിക്കുക, പരിഹസിക്കുക, ഈ ഒരു കാഴ്ചപ്പാട് ബൈബിളിലില്ല. നമുക്കുള്ള അറിവുള്ള അത് പകർന്നു കൊടുക്കാൻ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചാൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പം ക്രിസ്ത്യൻ മിഷണറീസ്, റിയൽ മിഷണറീസ്, അവർ ലോകത്ത് ചെന്നിടത്തൊക്കെ അവർ പുരോഗമനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പള്ളിയുടെ കൂടെ വന്നതിനെയാണ് പള്ളിക്കൂടം എന്ന് വിളിക്കുന്നത്. പണ്ട് എന്തുമാത്രം അനാചാരങ്ങളും അല്ലെങ്കിൽ ദുഷ്പ്രവണതകളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തെയാണ് ഇത്ര ഉന്നമനത്തിലോട്ട് എത്തിച്ചതിന് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവനകൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അത് റിയൽ മിഷണറീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സഭകളുടെ പേരിലും ഈ വിശ്വാസത്തിൻ്റെ പേരിലും ഈവൻ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ പോലും ലോകത്ത് പല അനീതികളും സംഭവിച്ചിട്ടുണ്ട്.
ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ പല തെറ്റുകളും മനുഷ്യർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം കൂടെ ദൈവത്തോട് കൂട്ടിക്കെട്ടണ്ട. ദൈവം അതങ്ങനെ അവരോട് ചെയ്യാൻ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ബൈബിളിലില്ല. ബൈബിളിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ ഞാൻ പഠിച്ചിടത്തോളം എൻ്റെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തെയാണ്, കളഞ്ഞു പോയതിനെ തേടി വന്ന ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അല്ലെ എന്നെ സ്നേഹിക്കുന്നത്. ആ ദൈവത്തെയാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുമുള്ളത്. അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യം വന്നതാണ്, എന്താണ്, സന്തോഷ് ജോർജ് കുളങ്ങര ആ കുഞ്ഞിൻ്റെ എക്സാമ്പിൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കുഴൽക്കിണറിൽ വീഴുന്ന 2 വയസ്സുകാരൻ ശ്വാസം മുട്ടി മരിക്കുന്നു, നിസ്സഹായമായിട്ട് മനുഷ്യൻ വെളിയിൽ നോക്കി നിൽക്കുന്നു, അവിടെയൊക്കെ ദൈവം എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം. അല്ലെങ്കിൽ മനുഷ്യർ കുറേ പേരെന്നോട് ചോദിച്ചാണ്, ലോകത്ത് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, ദൈവം എന്ത് ചെയ്യും, വേർ ഇസ് ഗാഡ്? ഞാൻ പറഞ്ഞല്ലോ, ദൈവം, ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് പേരുള്ള മറുപടി പറയും, ദൈവം അങ്ങനെ ഒരു ദൈവം തന്നെ ആയിരുന്നു. എൻ്റെ മനസ്സിലാക്കലുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ബിബ്ലിക്കൽ സ്കോളറൊന്നും അല്ല, തിയോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം അങ്ങനെയുള്ള ഒരു ദൈവം തന്നെ ആയിരുന്നു. നിങ്ങളിപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ആദമും ഹവ്വയും പാപം ചെയ്യുമ്പോൾ ദൈവം ഓൺ ദ സ്പോട്ടിൽ അവരെ ശിക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറേ സ്പോട്ടിൽ ദൈവം ശിക്ഷിക്കുക, അതായത് ദൈവത്തിന് ദൈവത്തിനെതിരായി അല്ലെ ദൈവത്തെ തള്ളിക്കളയുന്നവരെ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകളിൽ നിന്ന് മാറുന്നവരെ ശിക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. എനിക്കിപ്പോൾ റെഫറൻസ് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഇതിപ്പം പറയാൻ വേണ്ടി പറയുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റെഫറൻസുകൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം നോഹയുടെ കാലം നോക്കിയാലും സോദോം ഗോമോറ നോക്കിയാലും അങ്ങനെ കുറേ ഇൻസിഡൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെയൊക്കെ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമായിരുന്നു. പക്ഷെ ആ ദൈവം അങ്ങനെ ശിക്ഷിച്ച് മുന്നോട്ട് വന്നിരുന്നിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്ന് എക്സിസ്റ്റ് ചെയ്യാൻ പോലും അർഹതയുള്ളവരല്ല. രക്ഷ കൃപയാൽ ആണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ദാനം. യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്, ബട്ട് ഗാഡ് ഈസ് സ്റ്റിൽ ഗിവിങ് ഇറ്റ് ടു യു. ഗാഡ് ഈസ് ഓഫറിങ് ഇറ്റ് ടു യു. അതൊരു എന്താ പറയുന്നത്, ഒരു ദാനമായിട്ട് ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. അപ്പം ദൈവത്തിനറിയാം ഈ ലോകത്ത് പാപത്തിലാണ് മനുഷ്യൻ, പാപമാണ്. ഇപ്പം നമ്മൾ കണ്ണു തുറന്ന് എഴുന്നേറ്റാൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പാപം ചെയ്യുന്ന മനുഷ്യനാണ്. ഇവരെയെല്ലാം ഓൺ ദ സ്പോട്ടിൽ ദൈവം അങ്ങോട്ട് നശിപ്പിക്കാനാണെങ്കിൽ ഈ ലോകം തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ദൈവം സൃഷ്ടിച്ച തൻ്റെ ലോകത്തെ, അല്ലെ സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളിലും എസ്പെഷ്യലി മനുഷ്യനെ ദൈവം അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവമായിരിക്കെ തന്നെ ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്ന് ജനിച്ച മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളിലൂടെയും കടന്നുപോയി. അവൻ വിശന്നു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, എല്ലാം നമുക്ക് കാണാൻ പറ്റും. ദൈവം പൂർണ്ണമായി മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമായി ഊനമില്ലാത്ത കുഞ്ഞാടായിട്ട് ഈ മനുഷ്യരുടെ പാപങ്ങളെ, അതായത് എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെയും ഇനിയും ജനിക്കാൻ പോകുന്ന തലമുറയുടെ പോലും പാപങ്ങളെ ഏറ്റ് കാൽവറിയിൽ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആയിട്ട് ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനമുണ്ട്, രക്ഷയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ്, ആ സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ആ ദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വിശ്വസിക്കുകയോ വിശ്വസിക്കാതെ ഇരിക്കുകയോ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ആ ഫ്രീ വില്ല് ദൈവം തന്നിട്ടുണ്ട്. അതറിയാനുള്ള ടൂൾസ് നിങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ അറിയും തോറും ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ക്രിസ്ത്യൻ ലൈഫിൽ ദുരിതങ്ങളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഐ എം ടെല്ലിങ് യു ഫ്രം മൈ എക്സ്പീരിയൻസ്, ദുരിതങ്ങൾ എത്ര പൈശാചികൻ നമ്മൾക്ക് കൊണ്ട് തന്നാലും, നമ്മളെല്ലാ ദുരിതങ്ങളും വരുമ്പോഴും ദൈവത്തെയാണ് കുറ്റം പറയുന്നത്. ദൈവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ദൈവം വൈ ഡിഡ് ഗോഡ് ഡിഡ് ദിസ് ടു മീ, ദൈവം എന്തുകൊണ്ടാണ് ഇതെന്നോട് ചെയ്തേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ദൈവമല്ല ദൈവം നമ്മൾക്ക് നന്മകൾ തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ തിന്മകളാൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്, അതായത് കുറ്റബോധം കൊണ്ടായിരുന്നാലും പാപങ്ങളോടുള്ള പ്രലോഭനങ്ങൾ കൊണ്ടാണെങ്കിലും ടെംപ്റ്റേഷൻസ് കൊണ്ടാണെങ്കിലും ഒക്കെ ദൈവത്തെ പോലും പരീക്ഷിച്ചത് പിശാചാണെന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ആ പ്രലോഭനങ്ങൾ, ആ പ്രശ്നങ്ങൾ, അല്ലെ ആ രോഗം, ദുരിതം, ദുഃഖം ഒക്കെ നമുക്ക് ചുറ്റും കൊണ്ട് തന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ ശ്രമിക്കുന്നത് പിശാചാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പിശാചിൻ്റെ കെണികളിൽ അല്ലെ ചതിക്കുഴികളിൽ മനുഷ്യൻ വീണു പോവുകയാണ്. അതാണ് ഈ നിരീശ്വരവാദികൾക്കും പെട്ടുപോകുന്നത്. അവരുടെ മനസ്സിൽ ആ അന്ധത കൊണ്ട് വെച്ച് മൂടുവാൻ അവന് സാധിച്ചു എന്നാണ്. അപ്പം അറിഞ്ഞോ അറിയാതെയോ അവർ ദൈവത്തെ തള്ളി പറയുമ്പോൾ വേറൊരുത്തനെ ആരാധിക്കുകയാണ്, വേറൊരുത്തനെ ഹിഡനായിട്ട് അവർ അറിയാതെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പം